ഞാൻ ഇത്ര ചിരിച്ച് സന്തോഷിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. അപ്പം ഞങ്ങളുടെ കുറേ നാളായിട്ടുള്ള ഒരാഗ്രഹം സബലീകരിക്കാനായിട്ട് പോവാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാട്ടോ. ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പേടിയുണ്ടായിരുന്നു, എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഇമോഷനായിരുന്നു കേട്ടോ നമ്മൾ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറാൻ പോയപ്പം. അപ്പം നാട്ടിലേക്ക് പോവാണ്, കവിയിലേക്ക്. എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം റേറ്റ് നോക്കിയപ്പോൾ നല്ല കുറവ്. എങ്കിൽ പിന്നെ നമുക്കൊന്ന് ഫ്ലൈറ്റിൽ ഇത്തവണ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 5 പേരുണ്ട്. ഞാൻ, ചേട്ടൻ, ഞങ്ങളുടെ 3 മക്കൾ, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇൻഡിഗോയിലാണ് പോകുന്നത്. നമ്മളിവിടെ ഗോവ ദാബോളിം എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. രാത്രി 9:15 ഫ്ലൈറ്റ്. നമ്മൾ കൊച്ചിയിൽ ഇറങ്ങിയപ്പം 10:45, 11 മണിയോടടുത്തെത്തി. വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഫ്ലൈറ്റൊക്കെ ഒന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കും അന്നമ്മോക്കും ചെവി വേദന എടുത്തു കേട്ടോ. ഭയങ്കര, എനിക്ക് നല്ല വേദനയായിരുന്നു. അന്നമ്മോളും കുറച്ച് കരഞ്ഞു, വേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിന് സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഇനിയും പോകാൻ അവസരം കിട്ടിയാലോ, അപ്പോൾ ട്രൈ ചെയ്യാലോ. അപ്പം എനിക്കും അമ്മൂസിനും വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഞങ്ങൾ രണ്ടുപേരും നല്ല ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു. പിന്നെ ഭയങ്കര നൈറ്റായിരുന്നു, അതുപോലെ തന്നെ നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലൗഡ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് കൊച്ചിയിൽ ഇറങ്ങി. അമ്മൂസിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. 11 മണിയൊക്കെ കഴിഞ്ഞില്ലേ, അമ്മൂസിന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കോട്ടുമാക്കിയിട്ട് കിടക്കായിരുന്നു. അല്ലൂസ് അന്നമോളും ഫുൾ ഓണായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആ എയർപോർട്ട് മുഴുവൻ ഓടുമായിരുന്നു അല്ലൂസ്. അപ്പം നമ്മൾ അവിടെ നിന്ന് എക്സിറ്റിലേക്ക് പോയത് ബസ്സിലാട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത്. നമ്മളുടെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. ഫ്ലൈറ്റിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഒരു ഫോട്ടോയെ നമുക്ക് എടുത്തു തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ച് സന്തോഷകരമായ ഒരു യാത്ര. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അതൊന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.